എടി അമ്മു ഗായത്രിയുടെ വീട് എവിടെയാന്നാ പറഞ്ഞേ? ഗായത്രിയുടെ വീട് തക്കാളിക്കാവിലെന്നാ പറഞ്ഞേ. നമുക്കൊന്ന് അവിടെ പോയി അന്വേഷിക്കാം. നമ്മള് പാലാട്ടേല് വന്നതാ, എന്തായാലും പോയി അന്വേഷിക്കാം നമുക്ക്. ബസ്സൊന്നും വരുന്ന കാണുന്നില്ലല്ലോ. ആ ബസ് വരുന്നുണ്ട്. അവിടുന്ന് എന്തേലും ദൂരമായിരുന്നു തക്കാളിക്കാവിലേക്ക്. ആ ശരിയാണോ കുക്കു? വാ നമുക്കിലും പോയി അന്വേഷിക്കാം. കുക്കു നമ്മൾ എവിടെ പോയി അന്വേഷിക്കാനാ? നമ്മൾ അന്വേഷിച്ച് കിട്ടുവാണെങ്കിൽ തന്നെ ഒരു രാവിലെ കാണും. അത് ശരിയാ, നമുക്ക് എന്തായാലും പോയി തപ്പാടാ കുക്കു. ആ ശരി അമ്മു. ഇവിടെ ഒന്നും നടന്നിട്ട് വീടൊന്നും കാണുന്നില്ലല്ലോ. അവിടെ അഡ്രസ് ഉള്ള ഒരു വീട് ഇല്ലല്ലോ. ആ വീടായിരിക്കും ചിലപ്പോ. നമുക്ക് നോക്കിട്ടെ. രാവിലെ പറഞ്ഞ ബസ് സ്റ്റോപ്പിന്റെ അടുത്താന്ന് പറഞ്ഞത്. എടി അമ്മു ചിലപ്പോ അതായിരിക്കും ഇവിടെ. ആടാ കുക്കു, ചിലപ്പോ അതായിരിക്കും. നമുക്ക് പോയിട്ട് വരാം. ഞാൻ ഇതുവരെ അവളുടെ വീട്ടിൽ പോയിട്ടില്ല. അവള് എന്റെ വീട്ടിലോട്ട് വന്നതേ ഉള്ളൂ. അല്ലേ ഞാൻ കൊണ്ട് പോയിട്ടില്ല. അത് എനിക്ക് തെറ്റിയെ. എടിയെ ഗായത്രി, ഇങ്ങോട്ട് ഇറങ്ങി വാടി. ആരാ മക്കളെ നിങ്ങള്? എടി അമ്മു വീട് തെറ്റിപ്പോയടി. ഇതൊരു അപ്പൂപ്പന്റെയാ. ആ ശരിയാണോ കുക്കു? അപ്പൂപ്പൻ ഞങ്ങള് ദൂരേന്ന് വരുന്നതാ. ഞങ്ങളുടെ ഒരു കൂട്ടുകാരി തപ്പി വന്നത് ഇങ്ങോട്ട്. ആണോ? എന്നാ ചായ കുടിച്ചിട്ട് പോവാ മക്കള്. ഓ വേണ്ട അപ്പൂപ്പ, ഞങ്ങള് പോവാ. അത് പറ്റത്തില്ല, ചായ എടുത്തിട്ട് വരാ ഞാൻ. വേണ്ട അപ്പൂപ്പ. ഞാൻ എന്തായാലും എടുത്തിട്ട് വരാം. ആ ചായ. എന്നാ അപ്പൂപ്പ ചായ കുടിച്ചു തീർന്ന്. മക്കളെ നിങ്ങൾ എന്തോന്ന് ഇങ്ങോട്ട് വന്നേ? ഇവളുടെ കൂട്ടുകാരിയുടെ വീട്ടിലോട്ട് വന്നത് ഞങ്ങള്. വീട് തെറ്റി മാറി അപ്പൂപ്പന്റെ വീട്ടിലോട്ട് വന്ന് കയറിയ. അപ്പൂപ്പന് ഗായത്രിയുടെ വീട് അറിയാമോ? ഇല്ല മക്കളെ. അന്ന് ഞങ്ങളെന്താ പോവാണേ. ആ ദേടിയമ്മൂ, ഒരു ചേട്ടൻ നിൽക്കുന്ന ആ ചേട്ടനോട് ചോദിച്ചേക്കാം നമുക്ക് ഗായത്രിയുടെ വീട് അറിയാമെന്ന്. ചേട്ടാ എന്താ ചേട്ടന് ഗായത്രിയുടെ വീട് അറിയാമോ? ആരാ അത് ഗായത്രി? ഞങ്ങളുടെ രണ്ട് കൂട്ടുകാരിയാണേ. ഞങ്ങളാണെങ്കിൽ വീട് മാറിപ്പോയി ഒരു വീട്ടിൽ കയറിച്ചിരുന്നു. അവിടെ ഒരു അപ്പൂപ്പനായിരുന്നു. ആ വീടിന്റെ ഹൗസ് നമ്പർ എത്ര? 135. 135? ആ അപ്പൂപ്പനാണെങ്കിൽ 2 വർഷം മുമ്പേ മരിച്ചു പോയതാ. അയ്യോ മക്കളെ, ബഹളം മക്കളെ, ഇത് രാത്രിയാ. ഈ സോറി ചേട്ടാ, ഞങ്ങള് പേടിച്ചു പോയി. ആ അപ്പൂപ്പ എന്നാ മരിച്ചു പോയേ? ആ അപ്പൂപ്പൻ 2022 മരിച്ചു പോയതാ. എന്നിട്ട് ഞങ്ങൾ ആ അപ്പൂപ്പനെ കണ്ടു, ഒരു വടിയൊക്കെ ഉള്ള കയ്യില്. ആ നിങ്ങളിപ്പോ ആ വീട്ടിൽ തന്നെ പോയ വടിയൊക്കെ കുത്തിക്കൊണ്ട് നടക്കുന്ന ഒരു അപ്പൂപ്പനത്. ഞങ്ങൾക്ക് ചായ ഒക്കെ തന്നായിരുന്നു അപ്പൂപ്പൻ. പക്ഷേ ആ അപ്പൂപ്പൻ ഭയങ്കര ദുഷ്ടൻ. നിങ്ങൾക്ക് മാത്രം എന്താണെന്ന് അറിയത്തില്ല ആ ചായ എന്നത്. ഇവിടുത്തെ നാട്ടിലെ എല്ലാവർക്കും പേടി സ്വപ്നം. അയാളാണെങ്കിൽ എല്ലാ ആൾക്കാരുടെ വീട്ടിലെ പശു മൃഗങ്ങളെല്ലാം അടിച്ച് ശരിയാക്കും അയാളുടെ വടിയിട്ട്. എന്നിട്ട് ഞങ്ങൾക്ക് ചായ തന്നതോ? അതെനിക്കറിയത്തില്ല മക്കളെ. അതെന്തോ ആരാണ്ട് വടി ഒത്തി നടക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. ചേട്ടാ പുറകിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കൂ. അവിടെ എന്താ? തിരിഞ്ഞു നോക്കൂ ചേട്ടാ. അവിടെ ഒന്നും ഇല്ലല്ലോ ചേട്ടാ. ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അവിടെ കയറിയപ്പോ ആ കണ്ട അപ്പൂപ്പൻ തന്നെ അവിടെ വടി കുത്തി വരുന്നുണ്ട്. വീട്ടിൽ അയാളുടെ ആത്മാവുണ്ട്, പക്ഷെ പുറത്തൊന്നും ഇറങ്ങത്തില്ല ആത്മാവ്. പക്ഷെ ചേട്ടാ ഞങ്ങൾ രണ്ടുപേരും കണ്ടതാ. എടി അമ്മു, നീ കണ്ടതല്ലേ? ചേട്ടാ അവളും പറഞ്ഞു. പക്ഷെ ഇതുവരെ ആരും കണ്ടിട്ടില്ല ആ അപ്പൂപ്പൻ പുറത്ത്, ആ അപ്പൂപ്പന്റെ ആത്മാവ് പുറത്ത് നിൽക്കുന്ന ആരും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞേ. ചേട്ടാ പെട്ടെന്ന് തിരിഞ്ഞൊക്കെ പറയില്ലേ? ചായ വേണോ? അയ്യോ ചായ കുഴപ്പമൊന്നും വേണ്ടേ, ഞാൻ കടയിൽ കുടിച്ചേ ചായ. എന്താ മക്കളെ, 2 ചായ എടുക്കട്ടെ? അപ്പൂപ്പന്റെ വീട്ടിൽ ഞങ്ങൾ 2 ചായ കുടിച്ചു, അല്ലെങ്കിൽ വയറ് കറിഞ്ഞ്. നിങ്ങളുടെ ചോര എനിക്കിനെന്താ? നിങ്ങൾക്ക് 2 ഗ്ലാസ് ചായ തന്നില്ലേ? അതേ ഗ്ലാസ്സിൽ നിങ്ങൾക്ക് 2 പേരുടെ ചോര എനിക്ക് താ. നിങ്ങൾ എത്ര ബഹളം വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഞാൻ 2 ഗ്ലാസ് ചായ തന്നേ. അതുപോലെ നിങ്ങളുടെ ദേഹത്തുനിന്ന് മൊത്തം ചോര ഞാൻ എടുത്ത് കുടിക്കും. നീയൊക്കെ ഇവിടെ ഒന്ന് ഇറങ്ങിയപ്പോഴൊരു സമാനമായ ആ അപ്പൂപ്പന്റെ ശാശി നമ്മുടെ പുറകിലൊന്നും ഇല്ലല്ലോ. നോക്കിക്കേടി. ഓ സമാനമായി ഇപ്പം. എടി നിനക്കൊന്ന് ഗായത്രി വിളിച്ചു ചോദിക്കത്തില്ലായിരുന്നോടി? ഞാനാണെങ്കിൽ ഫോൺ എടുത്ത് അവളെ വിളിക്കാൻ പോയപ്പോഴേ
ചുമ്മാ അല്ലല്ലോ നീ വിളിച്ചു വയ്ക്കത്ത്. ഞാൻ ഒന്നും തട്ടി നീ വിളിച്ചു വയ്ക്കാത്തത്. നമുക്ക് നീ വീട്ടിൽ പോവാ. അച്ഛനും അമ്മയൊക്കെ നമ്മളെ കാത്തിരിക്കുക. മക്കളെന്ത് ഇത്ര നേരമായിട്ട് വരാത്തെ? നമുക്കിനി പോ അന്വേഷിച്ചാലോ? അവര് അവിടെ പോയി അന്വേഷിക്കാനോ പ്രകാശ് ചേട്ടാ? അത് ശരിയാണ് സാവിത്രി. ആഹാ, മക്കളെത്തിയല്ലോ. എന്താ മക്കൾ ഇത്ര താമസിച്ചേ? അത് പിന്നെ അച്ഛാ വഴി മൊത്തം ബ്ലോക്ക് പോവും. ഒത്തിരി നേരം എടുത്ത് ബ്ലോക്കൊക്കെ കഴിയാൻ. വാറിനെ കിടന്ന് ഉറങ്ങാം. അതെന്താ മക്കളെ ഒരു സൗണ്ട് കേൾക്കുന്നേ? എടിയത് അപ്പൂപ്പൻ വടി കുത്തിക്കൊണ്ട് വരുന്ന സൗണ്ട് അല്ലേ? ശരിയാ കുക്കു. നമുക്കിന്ന് അമ്മയുടെ അച്ഛനോട് ഈ കാര്യം പറഞ്ഞാലാ? ഈ അപ്പൂപ്പനൊക്കെ കണ്ടേ. വേണ്ട കുക്കു. അറിയത്തില്ല അച്ഛാ. വാ, നമുക്ക് എന്തായാലും പോയി കിടന്ന് ഉറങ്ങാം. പ്രകാശ് ചേട്ടാ ഭയങ്കര സൗണ്ട് കേൾക്കുന്ന ആരെണ്ട് വടി കുത്തി വരുന്ന പോലെ. ഏതാണ്ട് പ്രാന്തനാന്ന് തോന്നുന്നു. അതെന്താ കഥ തുറക്കുന്ന സൗണ്ട്? അയ്യോ പ്രേതം. അയ്യേ, ഇതെന്തൊരു പ്രേതമാണ്. കിളവമ്പര ദേഷ്യപ്പെട്ടിരിക്കുന്നത്. ഞാനിപ്പൊ കാണിച്ചു തരാം. അയ്യോ, ഇതിനൊന്നും പറ്റുന്നില്ലല്ലോ. ഞാൻ പ്രേതം അല്ലാതെ മനുഷ്യനല്ലേ. പഠിക്കോ എല്ലാരും. നിക്കടാ. സ്വാമി ഞങ്ങളെ രക്ഷിക്കണേ. അതാരാ എന്നെ വിളിക്കുന്നേ? സ്വാമി എന്താ കാര്യം പറ. സ്വാമി ഞങ്ങളുടെ വീട്ടിലോട്ട് ഒരു വയസ്സുള്ള ഒരു പ്രേതം വന്നു കയറി. ഞാൻ അതിനെ തളയ്ക്കാം. ഓം ഓം വരൂ പ്രേതം ഗ്രാജ ഗ്രാമ ഗാലാറ. എന്തിനാടാ പ്രേതമേ നീ ഇവരെ ശല്യം ചെയ്യുന്നേ? എനിക്ക് ഇവരെ ചോര വേണം. പിന്നെ ഭസ്മൊക്കെ കളയാൻ പോവാ. ഭസ്മമാകൂ, ഭസ്മമാകൂ. നിങ്ങൾക്ക് ഞാൻ പ്രേതത്തിനെ കൊണ്ട് ഒരു ശല്യവും ഇല്ല. ധൈര്യമായിട്ട് വീട്ടിൽ പൊക്കോളൂ. നന്ദി സ്വാമി. നന്ദി സ്വാമി. ഓ, ഇത്ര സമയം എന്റെ വീട്ടിൽ പോട്ടെ.